ശ്രീ എം കെ ഹരിദാസ്, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഇവിടെ ജയചന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ മഞ്ജുഷേ, ഇല്ലാത്ത കണക്കുകളും ഇല്ലാത്ത ബില്ലുകളും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു ഏകോപനം കൃത്യമായിട്ട് ഉണ്ടായില്ല എല്ലാവരുടെ അടുത്തു നിന്നും. ആ ഏകോപനക്കുറവിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഫിഗറുകളിൽ മാറ്റം വരാനുള്ള കാരണം. ആ ഏകോപനത്തിന്റെ കുറവാണ്. അപ്പൊ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ തട്ടിപ്പിന് കൈയിട്ട് വാരൽ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ജയചന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ ഈ ഏകോപനത്തിന്റെ കുറവാണെന്നാണ് മൂപ്പര് പറഞ്ഞിരിക്കുന്നത്. ഈ LDF സർക്കാർ എന്ന് പറഞ്ഞതിന്റെ മുഴുവൻ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പര്യായമാണ് ഈ LDF സർക്കാർ. 2016 തൊട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഈ LDF സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഇത്തരത്തിലുള്ള കൈയിട്ട് വാരലും. ഇപ്പൊ നോക്കൂ, ഇവിടെ 150 മെത്തകൾ വാങ്ങിയിട്ടുള്ള ഒരു ബില്ല് ഒരു കണക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ 50 മെത്തകളുടെ ബില്ലില്ല അതില്. അതുമാതിരി തന്നെ 10.5 ലക്ഷം രൂപ ടാക്സി ഫെയർ കൊടുത്തതായിട്ടുണ്ട്. പക്ഷെ 7.3 ലക്ഷം രൂപയുടെ കണക്കേ ഉള്ളൂ, ബാക്കിയുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. അതുമാതിരി തന്നെ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 3.75 ലക്ഷം രൂപ കണക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസോ അറ്റാച്ച്മെന്റ്സോ യാതൊന്നും അതിലില്ല. അപ്പോ ഈ കൈയിട്ട് വാരാൻ വേണ്ടി തീരുമാനിച്ച് നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നും എന്താണോ അവർ ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം വെച്ചത് അവർക്ക് കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല അതിന്. നമുക്ക് കാരണം ഇത്തരത്തിലുള്ള കൈയിട്ട് വാരലിൽ ഇവർ വളരെയധികം ഈ LDFന്റെ ഏത് ഘടകമാവട്ടെ, അത് കോർപ്പറേഷന്റെ ഘടകമാവട്ടെ, ഇപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ബ്രഹ്മപുരം തീപിടുത്തത്തിലെ 13.62 ലക്ഷത്തിന്റെ കുപ്പിവെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കണക്കാണ് കോർപ്പറേഷനിൽ കൊടുത്തിരിക്കുന്നത്. 13.62 ലക്ഷം. അതുപോലെ തന്നെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം മേടിച്ചിട്ടുള്ളത് 11 ലക്ഷത്തിന്റെ കണക്കാണ് കൊടുത്തിരിക്കുന്നത്. PT7 എന്ന് പറയുന്ന ആനയെയും അരിക്കൊമ്പനെയും നാട് കടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കണക്കിലെ, അതായത് 220 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ലോറിക്ക് 6.5 ലക്ഷം രൂപയാണ് വാടക എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ഈ സർക്കാർ, നിലവിലെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണക്കുകളിലൊന്നും യാതൊരുവിധ അത്ഭുതവും നമുക്ക് കൂറാനില്ല. അത് അവര് എന്ത് ലക്ഷ്യം വെച്ചാണോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അയ്യപ്പന് പ്രശസ്തി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് നടത്തിയത്? അല്ലെങ്കിൽ അയ്യപ്പന്റെ പ്രശസ്തി നാട് നീളെ ഇനിയും വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതിൽ കൃത്യമായ ഒരു ലക്ഷ്യം, ഈ ഫിനാൻഷ്യൽ കുറെ പോക്കറ്റുകളിലേക്ക് കുറെ പണം പോകണം. ഇവിടെ നോക്കൂ, പ്രശാന്ത് കുറ്റം പറയണത് ദേവസ്വം ബോർഡിനെ, ദേവസ്വം ബോർഡ് കുറ്റം പറയണത് വാസവൻ കുറ്റം പറയണത് മുൻ പ്രസിഡന്റിനെ. അപ്പൊ ഇവര് മൂന്നാളും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരിയിട്ട് കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതെങ്കിൽ, കേരളത്തിൽ സാധാരണക്കാരുടെ ഈ കോടതിയുടെ നിരീക്ഷണം ഇല്ലാത്ത കാര്യങ്ങളിൽ എത്ര തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും? ഇവിടെ മഞ്ജുഷ പറഞ്ഞൊരു വേറൊരു തെറ്റുണ്ട്. ഊരാളുങ്കലിന് ടെൻഡർ നൽകിയിട്ടില്ല. ഊരാളുങ്കലിന് കരാറിന്റെ പുറത്താണ് പണി കൊടുത്തിരിക്കുന്നത്. ആ കരാറിൽ വളരെ ഒരു കാര്യമുള്ള ഊരാളുങ്കലിന് വേണ്ട എന്നാണല്ലോ. കാരണം ലേബർ സർവീസ് സൊസൈറ്റി എന്ന രീതിയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, അതാണല്ലോ നമ്മൾ കുറെ ഡിബേറ്റ് ചെയ്ത വിഷയം, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ലാതെ പണികൾ ഏൽപ്പിക്കാം എന്നുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നു 2008 മുതലുള്ള ഒരു കാര്യമാണിത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഊരാളുങ്കലിനെ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഊരാളുങ്കൽ അത് സബ് കോൺട്രാക്ടേഴ്സ് ആയിട്ട് നൽകുകയാണ്, സബ് കരാറുകൾ നൽകുകയാണ്. ആ ഉപകരാറുകളിലും ടെൻഡർ ഇല്ല എന്നുള്ളതാണ്. ഉപകരാറുകൾ ടെൻഡർ വിളിച്ചേ നൽകാവൂ, അതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. അതിലെ ആ ടെൻഡറിന്റെ ടെൻഡറില്ല, കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട്. 10% വരെ ഇതിന്റെ തുകയിൽ എന്ത് തീരുമാനവും വർദ്ധിപ്പിച്ച തീരുമാനവും എടുക്കാൻ ഊരാളുങ്കലിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ആരാണ് കൊടുത്തത്? അത് എന്തിനാണ് കൊടുത്തത്? അത് വളരെ വ്യക്തമല്ലേ? ചെലവ് എത്രയാവട്ടെ, 5 കോടി ചെലവായി കഴിഞ്ഞാൽ 5,50,00,000 രൂപ ചെലവിലേക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കാം. ഇത് വല്ലവർക്കും കേട്ടുകാണിയുള്ള സംഗതിയാണോ ഇത്? കൃത്യമായിട്ട് ഊരാളുങ്കലിന്റെ കാര്യം കൃത്യമായിട്ട് ഊരാളുങ്കൽ എന്നുള്ള പേരില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണല്ലോ. സ്വാഭാവികമായിട്ടും അതിൽ ടെൻഡർ വേണം. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ബൈ എ ഡിസിഷൻ ടേക്കൺ ഇൻ ഇറ്റ്സ് മീറ്റിംഗ് ഡേറ്റഡ് 13/8/2025 to entrust the execution of the event related works to the Indian Institute of Infrastructure and Construction. അതാണല്ലോ നമ്മൾ IIIC എന്ന് പറയുന്നത്, IIIC. അത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, ഊരാളുങ്കലിന്റെ കീഴിലാണ് അതുള്ളത്. വിത്തൗട്ട് ഫോളോവിങ് എനി ടെൻഡർ ഓർ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് പ്രൊസീജിയർ, ഇൻസ്റ്റഡ് അലോഡ്, താങ്കൾ പറഞ്ഞതുപോലെ ഡയറക്ട്ലി ഓൺ എക്സ്പെൻഡിച്ചർ പ്ലസ് 10% അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫെസിലിറ്റേഷൻ ചാർജസ് വിച്ച് ആർ ആർബിട്രറി ആൻഡ് എക്സോർബിറ്റന്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ IIICയെ ഇത് ഏൽപ്പിച്ചപ്പോൾ ഇതൊന്നും ടെൻഡർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല,
IC പിന്നെ സബ് കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ചിരുന്നു. ഡിഡ് നോട്ട് കണ്ടെയ്ൻസ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ അണ്ടർ സ്പെസിഫിക് ഹെഡ്സ് എന്നുള്ളതാണ്. ബില്ലുകൾ സമർപ്പിച്ചപ്പോൾ ഏതെല്ലാം ഹെഡുകളിലാണ് ചെലവായിരിക്കുന്നത് എന്നുള്ളതില്ല. അതുമാത്രമല്ല ഈ സബ് കോൺട്രാക്ടേഴ്സുമായിട്ടുള്ള കരാറിൻ്റെ വ്യവസ്ഥകളോ രേഖകളോ ഒന്നുമില്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.